ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഇസ്രായേലിനുള്ളിൽ കടന്നുകയറിയാണ് ഇവർ സ്ഫോടനങ്ങൾ നടത്തിയത്. ആക്രമണങ്ങളിൽ ഇസ്രായേൽ കടുത്ത ആശങ്കയിലാണെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഇപ്പോഴിതാ ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു. ഗസയെയും ഇറാനെയും യമനെയും ലെബനോണിനെയും മാത്രമല്ല, ശത്രുപക്ഷത്തുള്ള മുഴുവൻ അറബ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇറാൻ്റെ തിരിച്ചടി ഭയന്ന് നെതന്യാഹു ബങ്കറിൽ ഒളിച്ചെന്നുള്ള വാർത്തകൾ പരക്കുന്നതിനിടെയാണ് കഴിഞ്ഞ രാത്രി സിറിയ ലക്ഷ്യമാക്കി ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറന്നുപൊങ്ങിയത്. ലെബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ പോരാളികൾ താമസിക്കുന്ന സിറിയയിലെ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. ഒരേ സമയം പറന്നുപൊങ്ങിയ 5 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ സിറിയൻ പ്രദേശങ്ങൾ തകർത്തെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും കമാൻഡർമാർ അടക്കം കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇസ്ലാം മത വിശ്വാസികൾ പുണ്യദിനമായി കരുതുന്ന വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ അറബ് രാഷ്ട്രങ്ങൾക്ക് വ്യക്തമായ സന്ദേശം ഇസ്രായേൽ നൽകുന്നു എന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, റഷ്യയുമായി അടുപ്പം പുലർത്തുന്ന അറബ് രാഷ്ട്രത്തിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ യുക്രൈനെതിരെ റഷ്യ നടത്തുന്ന ആക്രമണത്തിൽ പുടിന് താക്കീത് നൽകാനും ഇസ്രായേൽ ശ്രമിച്ചുവെന്നാണ് വാർത്തകൾ. മധ്യ സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 7 സിവിലിയൻസ് കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഹിസ്ബുള്ള കമാൻഡർമാരെയും സിറിയൻ പട്ടാളക്കാരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു നടന്നതെന്ന് സിറിയൻ സ്റ്റേറ്റ് മീഡിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും പെട്രോൾ സ്റ്റേഷനും ഉൾപ്പെടെ തകർന്നതായും അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. 2011 ശേഷം ഇസ്രായേൽ 100-ലധികം ആക്രമണങ്ങളാണ് സിറിയയിൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 266 പേർ കൊല്ലപ്പെടുകയും 117 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് കാര്യമായി രംഗത്തില്ലായിരുന്ന ഹിസ്ബുള്ളയ്ക്ക് പകരം ഹമാസ് കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ഈ ആക്രമണത്തിലൂടെ സിറിയയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5000-ഓടടുക്കുന്നു. അതിനിടെ ഇസ്രായേലുമായി $1 ബില്യൺ വരുന്ന പുതിയ ആയുധ ഇടപാട് നടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. $700 മില്യൺ 120 mm ടാങ്ക് വെടിമരുന്ന്, $500 മില്യൺ യുദ്ധവാഹനങ്ങൾ, $100 മില്യൺ 120 mm മോർട്ടാർ റൗണ്ടുകൾ എന്നിവയാണ് ഇസ്രായേലിന് അമേരിക്ക എത്തിക്കുക. നെതന്യാഹുവും US പ്രസിഡന്റ് ജോ ബൈഡനും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഫോണിൽ ചർച്ച നടത്തിയതായി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ യുദ്ധം തുടരാനുള്ള നീക്കമാണ് ഇരുവരും തമ്മിൽ സംസാരിച്ചതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇസ്രായേലിന് ആയുധം നൽകുന്നത് തുടരുമെന്ന് ഷിക്കാഗോയിൽ നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ കമല ഹാരിസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, അതിനൊപ്പമാണ് താനെന്നാണ് കമല പറഞ്ഞത്.